വെയിറ്റ്, തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ പറയാൻ വരുന്നത് ഇത് ബഡായി അടിക്കാമെന്നല്ലേ? അങ്ങനല്ല, ബഡായി അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നമുക്ക് വെൽക്കം ബാക്ക് ടു നൽകവല. പതിവ് പോലെ നമ്മുടെ മറ്റൊരു മോർണിംഗ് അപ്ഡേറ്റിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പലരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറയുന്ന ഇവിടേക്ക് ജോലി അന്വേഷിച്ച് വരാൻ കഴിയുന്ന വിസയെക്കുറിച്ചാണ്. ആ വിസയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾക്ക് ഡേ ടു ഡേ ആയിട്ട് എല്ലാ ദിവസവും UAE-യുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വിസയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള രീതിയിലുള്ള നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് നിങ്ങളുടെ സ്ക്രീനിലും അതുപോലെ തന്നെ കാർഡായിട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടു നോക്കി നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറയുന്ന ഈ ഒരു വിസ നമ്മുടെ UAE ഗവൺമെൻറ് പുതുതായിട്ട് ഇറക്കിയ കുറച്ചധികം പുതിയ വിസകൾ വന്നിരുന്നു. ആ വിസയിൽ ഉണ്ടായിരുന്ന ഒരു വിസയാണ്. ഇതിനകത്ത് നമുക്ക് UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ ഇപ്പോൾ കിട്ടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് ജോബ് അന്വേഷിക്കാൻ ഇവിടെ വരുന്ന ആളുകൾക്ക് ജോബ് സീക്കറായിട്ട് തന്നെ വന്നുകൊണ്ട് ജോലി ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സംഭവം. ഇതിനകത്ത് നമ്മുടെ ഫീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്പനയിൽ പറഞ്ഞതുപോലത്തുള്ള ഫീസ് സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതിനകത്ത് പക്ഷേ ആ ഒരു 200, 300, 400 രൂപ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ലാബ് മാത്രമാണ്. അത് കൂടാതെ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ പ്രോസസ്സിങ് ഫീയും അങ്ങനെയുള്ള കുറച്ച് ഫീസുകൾ വരുന്നുണ്ട്. പക്ഷേ കൂടാതെ കിട്ടുന്ന നമ്മൾ അടയ്ക്കുന്ന ഒരു പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നതുകൊണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഈ ഒരു വിസ നമുക്ക് ICPൻ്റെ വെബ്സൈറ്റ് വഴിയോ GDRFA വഴിയോ അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഞാൻ ICP വെച്ചാണ് കാണിക്കുന്നത്. നമ്മൾ ക്രോമിൽ ICPൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ പബ്ലിക് സർവീസ് എടുക്കുക. പബ്ലിക് സർവീസിനകത്ത് നമുക്ക് എക്സ്പ്ലോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 3 തരത്തിലുള്ള ജോബ് സീക്കേഴ്സ് വിസയുടെ വിവരം കിട്ടും. 60 days, 90 days, 120 days. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ 60 days ചൂസ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്പൺ ആകുമ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ട ആ ഒരു ഫോമാറ്റോടുകൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുന്നു, ഫീസ് അടയ്ക്കുന്നു, സർവീസ് റേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിലിൽ ഡോക്യുമെൻ്റ് വരും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് പാസ്പോർട്ട് വേണം, 6 മാസത്തിൽ വാലിഡിറ്റി ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ സ്കിൽഡ് കാറ്റഗറിയിൽ 1, 2, 3 ലെവലിലുള്ള ആളായിരിക്കണം. അത്തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കണം വരേണ്ടത്. അതുപോലെ തന്നെ 500 യൂണിവേഴ്സിറ്റിൻ്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഗ്രാജുവേഷൻ എടുത്തിട്ട് 2 വർഷത്തിൽ കൂടുതലാവുകയും ചെയ്യരുതെന്നുള്ളതുകൂടെ ഉണ്ട്. ഇനി നമുക്ക് മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അതും ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട അറിയേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറാണ്. 60 days നമുക്ക് ഫീസ് സ്ട്രക്ചർ പറയുന്നത് 100 dirhams റിക്വസ്റ്റ് ഫീ. ഇഷ്യൂ ഫീസാണ് പ്രധാനപ്പെട്ടത്. ഇഷ്യൂ ഫീസ് 200 dirhams ഇതിന് വരുന്നത്. പിന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് 1025. അത് നമുക്ക് ജോബ് കിട്ടുകയോ അതല്ലെങ്കിൽ നമ്മളിവിടുന്ന് ജോബ് കിട്ടാതെ തിരിച്ചു പോയി ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. മറ്റുള്ളതെല്ലാം എല്ലാ വിസയിലും ഈ 3 കാറ്റഗറിയിലും സെയിം ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ 200 dirhams ഇതിന് 60 days വരുന്ന ഫീസായിട്ട് കണക്കാക്കാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 90 days 90 days നോക്കുന്ന ടൈമിലും ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു പേജ് തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ആ പേജിനകത്ത് നമുക്ക് ജനറൽ ഇൻഫർമേഷൻ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് 90 ദിവസം നമുക്ക് ഒരു ഹോസ്റ്റില്ലാതെ നിൽക്കാം, മറ്റേതിനകത്ത് 60 ദിവസം എന്നുള്ളതായിരുന്നു കണ്ടെങ്കിൽ. റിക്വയർമെൻറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ്. പാസ്പോർട്ട് 6 മാസത്തിൽ കൂടുതൽ വാലിഡിറ്റി ഉള്ളത്. പിന്നെ മറ്റുള്ളതൊക്കെ സെയിം തന്നെ. 500 യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് നമ്മൾ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഈ ലിസ്റ്റിനകത്ത് ഇല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ ഫെഡറൽ അതോറിറ്റീൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. കസ്റ്റമർ സർവീസിൽ കോൺടാക്ട് ചെയ്യാവുന്ന ഒരു ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്, വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 300 dirhams ഇതിന് ഫീസ് വരുന്നത്. അതായത് 60 ദിവസത്തിന് 200 ആയിരുന്നെങ്കിൽ 90 ദിവസത്തിന് 300 dirhams വരുന്നത്. മറ്റുള്ളതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. പിന്നെ അവസാനത്തതാണ് 120 days ജോബ് സീക്കർ വിസ. അതിനകത്തും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. സെയിം പേജ് തന്നെ വരുന്നു. ഇവിടെ 120 days നമുക്കൊരു ഹോസ്റ്റ് ഇല്ലാതെ നമുക്കിവിടെ വരാവുന്നതാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റും കറക്റ്റ് എക്സാക്ട്ലി സെയിം ആണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല.
ഇവിടെയും നമുക്ക് ഫീസ് സ്ട്രക്ചർ നോക്കുന്ന ടൈമിൽ ഇഷ്യൂ ഫീസ് എന്ന് പറയുന്നത് 400 ദിർഹംസാണ്. മറ്റുള്ള ഫീസൊക്കെ എക്സാക്ട്ലി സെയിം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു മാസത്തേക്ക് എത്ര വന്നത്, 2 മാസത്തേക്ക് വന്നത് നമുക്ക് 200, 3 മാസത്തേക്ക് 300, 4 മാസത്തേക്ക് 400, അങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുക, നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കോളത്തിൽ പോയിട്ട് നമ്മുടെ ഈ ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്യുക. പാസ്പോർട്ട്, ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോ, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതിന് ശേഷം നമ്മുടെ ഫീസ് കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ സർവീസ് റേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ നല്ല സർവീസാണ് റേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ വഴി നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് ജോബ് സീക്കർ വിസയ്ക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. കണ്ടില്ലേ, ഞാൻ പറയുന്നത് സത്യമല്ലേ? അങ്ങനെയാണ് ഈ ഒരു ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വിസ എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം ട്രൈ ചെയ്ത് നോക്കാവുന്ന, നിങ്ങൾ പലർക്കും ഇതിന് എലിജിബിൾ ആയിരിക്കും. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് അനുസരിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500 യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ UAE ഇതിന് പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ പോലും അതിൽ പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ മാത്രം വരാൻ ശ്രമിക്കേണ്ട ഒരു വിസയാണ്. ജോലി അന്വേഷിക്കുന്നവർക്കായിട്ടുള്ളൊരു വിസ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയല്ലേ? അത് ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും അതുവഴി വരാൻ ശ്രമിക്കുക, പറ്റാവുന്നവരെല്ലാം തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നതും ശ്രദ്ധിക്കുക. നമ്മുടെ MOHRൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ലെവൽ 1 to 3 എന്ന് പറയുന്നത് ഒരു മാനേജീരിയലിലൊക്കെ ഉള്ള ആളുകളാണ് ലെവൽ 1 ഉണ്ടാവുന്നത്. ലെവൽ 2 മറ്റുള്ള സയൻറ്റിഫിക്കലും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള സെക്ഷനിലുള്ള ആളുകളും, അവസാനം ലെവൽ 3 വരുമ്പോൾ ടെക്നീഷ്യൻസൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു സംഭവം കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ അതും കൂടെ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ശേഷം ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീണ്ടും കാണാം. ബൈ.